ഗുഡ് മോർണിംഗ്. ഇഗ്നോയുടെ മാസ്റ്റർ പ്രോഗ്രാം കോഴ്സ് കോഡ് MPSE 007 ആ ഒരു കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ യൂണിറ്റ് 10 കേന്ദ്രീകരിച്ചു കുറച്ച് പാർട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ യൂണിറ്റ് 10 അതിൻ്റെ നെയിം വിമൻസ് മൂവ്മെൻറ്റ്സ് എന്നതാണ് ടൈറ്റിൽ. വിമൻസ് മൂവ്മെൻറ്റ് എന്നുള്ള യൂണിറ്റിലെ കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ, അതായത് വിമൻസ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് നാം പഠിച്ചു പോരുന്നത്. ദേശീയ തലത്തിൽ ഓരോരോ വിഭാഗങ്ങളിലുള്ള ജനത അവരുടേതായ എക്സിസ്റ്റൻസും അവരുടേതായ ഐഡൻറ്റിറ്റിയും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നാം വിവിധ യൂണിറ്റിലൂടെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് സ്ത്രീകളുടെ മുന്നേറ്റമാണ്. സ്ത്രീകളുടെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളെ പൊരുത്തപ്പെടുത്തുമ്പോഴേക്കും സ്ത്രീകളും അവരുടേതായ സ്ഥാനവും അവരുടേതായ ലക്ഷ്യങ്ങളും അവരുടേതായ നേതൃത്വവും അവരുടേതായ ആദർശങ്ങളുമെല്ലാം ഓർഗനൈസേഷണൽ ലെവലിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിഗ്നിഫൈഡ് പ്ലേസ് അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ അവരുടേതായ ഐഡൻറ്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരും കളക്റ്റീവ് ആക്ഷൻസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്ന കാര്യം. സോ ദ പോയിന്റ് ഈസ്, like other social groups, women also have been involved in collective actions occupied with their agenda, leadership, ideologies and organizations in order to have their proper and dignified place in all aspects of life. So in this unit, that is the women's movement, we have also examined with some social movements of women. We know that women as an individuals and as a group are among the most discriminated sections of the world population. നമുക്കറിയാവുന്ന കാര്യമാണ്. ലോകജനതയുടെ ആ ഒരു തലത്തിലേക്ക് നാം നോക്കിയാലേ വിവേചനം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം സ്ത്രീകളാണ്. തുല്യത പറയും, അത് പ്രസംഗങ്ങളിലും വാക്കുകളിലും ഒരുപാട് തുല്യതയാണ്. സ്ത്രീ പുരുഷനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്, പുരുഷനും സ്ത്രീയും ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ തുല്യത പറയുകയും അവസരങ്ങളിലേക്ക് പുരുഷനോടൊപ്പം നിലനിർത്താനായിട്ട് അവരുടെ മനസ്സ് അത്ര കണ്ട് ഇനിയും ഉണർന്നു വന്നിട്ടില്ല എന്ന് വേണം ചിന്തിക്കാൻ. നമ്മളുടെ അധികാര തലങ്ങളുടെ സഭകളിലേക്ക് നാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു തുല്യത എത്രത്തോളം അവിടെ പുരുഷന്മാർ കേന്ദ്രീകരിക്കുന്നുണ്ട്, അല്ലെ പുരുഷന്മാർ അത് എത്ര കണ്ട് സ്ത്രീകളിലേക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് എന്നത്. കാരണം കേന്ദ്രീകരണം, അതിൻ്റെ കേന്ദ്രഭാവം, അധികാരത്തിൻ്റെ തലങ്ങൾ, അവിടെയൊക്കെ അവരാഗ്രഹിക്കുന്നത് അവരായിരിക്കണം മേധാവിത്വം എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ഇന്ന് നമ്മളുടെ ജനസഭകളെല്ലാം പ്രവർത്തിച്ചു പോരുന്നത്. സോ വുമൻ ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ആസ് എ ഗ്രൂപ്പ് ആർ എമംഗ് ദ മോസ്റ്റ് ഡിസ്ക്രിമിനേറ്റഡ് സെക്ഷൻസ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ. ആസ് എ മാർക്കർ ഓഫ് ദിസ് ഡിസ്ക്രിമിനേഷൻ, സൊസൈറ്റീസ് അക്രോസ് ദ വേൾഡ് ഹാവ് ഷോൺ പ്രിഫറൻസ് ഫോർ ബോയ് ചൈൽഡ്. അപ്പോൾ ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ്റെ, വിവേചനത്തിൻ്റെ രൂക്ഷത സ്ത്രീകളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് വേൾഡ് പോപ്പുലേഷനിൽ കൂടുതലും ആൺകുട്ടികൾ വേണമെന്ന രീതിയിലാണ്. ഒരു ഫാമിലിയിലെ ചിന്ത പോലും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അതായത് ഒരു വിവേചനത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ എന്ന രീതിയിൽ സ്ത്രീകളിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ സമൂഹവും ലോകത്തിലെമ്പാടും കൂടുതൽ പ്രിഫറൻസ് ബോയ് ചൈൽഡിലാണെന്ന് പറയുന്നുണ്ട്. So the preference for boy child has taken societies to the extent of killing girl child in the womb itself. അപ്പോൾ ഈ ഒരു താല്പര്യം, ഈ ഒരു പരിഗണന സ്ത്രീകളുടെ ഉദരത്തിൽ വെച്ച് തന്നെ പെൺകുട്ടിയാണ് അവൾക്ക് ജനിക്കുന്നതെന്നറിയുമ്പോഴേക്കും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചു പോരുന്നത്, അല്ലെങ്കിൽ നാം മനസ്സിലാക്കി പോരുന്ന ഒരു സത്യം തന്നെയാണ്. All practices of discriminations in societies have been legitimized through either invoking socio-cultural needs or the needs of maintaining a lineage or for material production. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിവേചനത്തിനുണ്ട് പ്രാക്ടീസസും സൊസൈറ്റിയിൽ സ്ത്രീകളുടെ നിലനിൽക്കുന്നു. അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആ ഒരു ഡിഗ്രി കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് നേരെ നിലനിൽക്കുന്ന വിവേചനപരമായ ആ ഒരു പെരുമാറ്റം, അതിൻ്റെ ആ ഒരു കാഠിന്യം, രൂക്ഷത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ലോകമെമ്പാടും സ്ത്രീകൾ ഉൾപ്പെടുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ഇതിനൊരു മെറ്റീരിയൽ
പ്രൊഡക്ഷൻ എന്ന രീതിയിൽ അവർക്ക് അവരുടേതായ ആ ഒരു ഉന്നത തലങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കളക്റ്റീവ് മൂവ്മെൻറ്റ്സ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നാം സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോഴേക്കും സൊസൈറ്റിയിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, അവിടെ ഒരു പാട്രിലീനിയാലിറ്റിയാണ് നിലനിൽക്കുന്നത്. അതായത് പാട്രിലീനിയാലിറ്റി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആരെയാണ്? പിതൃദായക സമൂഹം എന്ന് പറയും. ഫാമിലിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ആർക്കാണ്? സ്ത്രീകൾക്ക് അവരെക്കാൾ ഉപരി പുരുഷനാണ്. അതുകൊണ്ട് അങ്ങനെ പുരുഷനിൽ അധികാരം കേന്ദ്രീകൃതമായ ഫാമിലിയാണ് നാം പാട്രിലീനിയാലിറ്റി. ഇത് സമൂഹത്തിലെ എല്ലായിടത്തും ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ എല്ലാ കുടുംബങ്ങളിലും പാട്രിലീനിയാലിറ്റി നിലവിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ പിതൃദായകരായിട്ടുള്ള ഒരാൾ, അയാൾ ആ ഒരു കുടുംബത്തിൻ്റെ കാരണവർ, അയാളുടെ കാലം കഴിഞ്ഞാൽ അടുത്ത കാരണവർ ആ കുടുംബത്തിൽ. അപ്പോൾ അയാളുടെ ഡിസെൻഡ് എന്ന രീതിയിൽ ഫാദേഴ്സ് ലീനിയേജ് വരുന്നു. അങ്ങനെ പാട്രിലോക്കാലിറ്റി ആണ് അവിടെ നിലവിൽ വരുന്നത്. ആ ഒരു സമ്പ്രദായത്തിലെ വൈഫ്, ചിൽഡ്രൻ അവരെല്ലാവരും തന്നെ ജീവിച്ചു പോരുന്നത് ഫാദേഴ്സ് ഹോമിലാണ്, അല്ലേ? അച്ഛൻ്റെ കുടുംബമാണ്. അച്ഛൻ്റെ കുടുംബത്തിലാണ്, ഭർത്താവിൻ്റെ കുടുംബത്തിലാണ് ഭാര്യയും കുട്ടികളും ജീവിച്ചു പോരുന്നത്. അങ്ങനെ ആകുമ്പോഴേക്കും അതൊരു പാട്രിലോക്കാലിറ്റി സൊസൈറ്റി എന്ന് നമുക്ക് പറയാം. സോ ദ വില്ലേജ് ഹാവ് ആഡഡ് ദ പ്രിഫറൻസ് ഫോർ ദ ബോയ് ചൈൽഡ്. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ ആ ഒരു വില്ലേജ് മൊത്തത്തിൽ കൂടുതൽ ആഡ് ചെയ്യുന്നത് പ്രിഫറൻസ് എന്തിനായിരിക്കും? ബോയ് ചൈൽഡിനെ ആയിരിക്കും. അപ്പോൾ ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ സ്ത്രീകളുടെ മേൽ ഏകദേശം വുമൻ എന്ന് പറയുമ്പോഴേക്കും എന്തോ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് സെക്സ് എന്ന രീതിയിൽ മാത്രമാണ് സ്ത്രീകളെ കണ്ടുവരുന്നത്. സോ ആൾ ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ദ കോൺസിക്വൻസ് ഓഫ് വിമൻ ബീയിങ് റെലഗേറ്റഡ് ടു വാട്ട് സൈമൺ ഡി ബോവിയർ സോ പോയിഗനൻ്റ്ലി ടേംഡ് ആസ് ദി സെക്കൻഡ് സെക്സ്. അപ്പോൾ സെക്കൻഡ് സെക്സ് എന്ന സ്ത്രീകളെ ഡിനോട്ട് ചെയ്ത ആളുടെ പേര് കിട്ടിയല്ലോ. ആരാണ്? സൈമൺ ഡി ബോയിവർ, BOUVOIR, ബോയിവർ. ഓക്കെ. Then, as the second sex, in material terms means that women is quite often denied political, economic and even cultural rights. എന്താ ഈ സെക്കൻഡ് സെക്സ് എന്ന സ്ത്രീകളെ വിശേഷിപ്പിക്കുന്നത്? ഭൗതിക കാര്യങ്ങളിലേക്ക് നാം നോക്കിയാൽ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല തലങ്ങളിലേക്ക് നാം ചിന്തിച്ചാൽ, സാമ്പത്തികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, എന്തിന് സാംസ്കാരിക മേഖലകളിലൊക്കെ എടുത്താലും അവർക്ക് അവരുടേതായ അവകാശങ്ങളൊന്നും തന്നെ തുല്യമായ രീതിയിൽ അവർക്ക് പുരുഷനോടൊപ്പം തന്നെ കിട്ടാത്ത അവസ്ഥയുണ്ട്. ഷീ ക്വൈറ്റ് ഓഫൻ ഡസ് നോട്ട് ഹാവ് റൈറ്റ് ടു ഇൻഹെറിറ്റ് പ്രോപ്പർട്ടി അലോങ് വിത്ത് ഹർ മെയിൽ സിബ്ലിങ്സ്. തൻ്റെ ബന്ധുക്കളായിട്ടുള്ള മെയിലായിട്ടുള്ള ആൾക്കാരോടൊപ്പം തന്നെ അതിന് തത്തുല്യമായ രീതിയിൽ അവൾക്ക് അവകാശമുണ്ടെങ്കിൽ പോലും അവൾക്ക് പ്രോപ്പർട്ടിയുടെ മേലെ ആ ഒരു അവകാശം നേടിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഷീ ഡസ് നോട്ട് ഹാവ് ഐദർ ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഈക്വൽ ടു മെയിൽ കൗണ്ടർ പാർട്ട്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ എടുക്കുക, എഡ്യൂക്കേഷൻ എടുക്കുക, പുരുഷന് കൂടുതൽ വിദ്യാഭ്യാസവും സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരേ വീട്ടിൽ തന്നെ കുട്ടികൾ ആണും പെണ്ണും ഉണ്ടെങ്കിൽ പെണ്ണിനോട് ഇത്തിരി വിവേചനമുള്ള രീതിയിൽ ചില പാരൻസ് പെരുമാറും. കാരണം വിദ്യാഭ്യാസങ്ങളിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എല്ലാം ഒരുപാട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവരാഗ്രഹിക്കുന്നത് മക്കളായിട്ടുള്ള ആൺമക്കളിലായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും അവൾ തികച്ചും ഒരു അപകടാവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഷീ ഈസ് ആൾസോ പെരിലീനിയലി ഇൻ ദ ഡേഞ്ചർ ഓഫ് ബീയിങ് ദ ടാർഗറ്റ് ഓഫ് മെയിൽ വയലൻസ് വിത്തിൻ ദി ഫാമിലി ഓർ ഔട്ട്സൈഡ്. കുടുംബത്തിലാവട്ടെ വെളിയിലാവട്ടെ അവളുടെ മേലെ മറ്റുള്ള സമൂഹത്തിലുള്ള മറ്റുള്ളവരാണേലും വീട്ടിലുള്ളവരാണേലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് പൊതുവെ ഒരു മെയിൽ വയലൻസാണ്. അതായത് സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു നല്ലൊരു രീതിയല്ല, മറിച്ച് ഡൊമിനേഷനും വയലൻസും എല്ലാം തന്നെ കേന്ദ്രീകൃതമാവുന്ന പുരുഷനിലാണ്. അപ്പോൾ പുരുഷനാണ് അവിടെ ഡൊമിനേറ്റ് ചെയ്ത് സൊസൈറ്റിയിലാണേലും ഫാമിലിയിലാണേലും നിൽക്കുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ട് നോക്കിയാൽ ഹിസ്റ്റോറിക്കലി, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയൻ ആൻഡ് സൊസൈറ്റി ഹാവ് ബീൻ സോ ഒറിജിനേറ്റഡ് ആസ് ടു മേക്ക് എ പൊസിഷൻ വൾണറബിൾ ടു എനി ഡിസ്ക്രിമിനേറ്ററി ട്രെൻഡ്സ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ നാം സൊസൈറ്റിയിലേക്ക് നോക്കുക, മതപരമായിട്ട് എടുക്കുക, രാഷ്ട്രീയപരമായിട്ട് നോക്കുക, ഇവിടെയെല്ലാം തന്നെ എങ്ങനെയാണ് സൊസൈറ്റിയെ ഓർഗനൈസ് ചെയ്തിരുന്നത്? അവളുടെ പൊസിഷൻസ് എല്ലാം തന്നെ വളരെ ദയനീയമായ രീതിയിൽ, ഒരു വിവേചനപരമായ രീതിയിലുള്ള ഒരു പ്രവണതയാണ് അവളോടുള്ള പെരുമാറ്റത്തിൽ സമൂഹം വെച്ച് പുലർത്തുന്നത്. സോ ദെയർ ഹാവ് ബീൻ പ്രൊട്ടസ്റ്റ് ആൻഡ് റിവോൾട്ട് ബൈ പീപ്പിൾ ഇൻക്ലൂഡിങ് വുമൺ ടു ക്വസ്റ്റ്യൻ സച്ച് ഡിസ്ക്രിമിനേറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വിത്തിൻ ദ സൊസൈറ്റി. അപ്പോൾ ആ പണ്ടുകാലം മുതൽ സ്ത്രീകളുടെ മേലെ ഏത് തലങ്ങളിലും വെച്ച് പോന്നിരുന്ന വിവേചനപരമായ പെരുമാറ്റത്തെ
അതിനെ എതിർക്കുവാനും അവർക്ക് അതിനെ തടയിടുവാനും വേണ്ടിയിട്ടാണ് ജനങ്ങൾ സ്ത്രീകളുടേതായ രീതിയിൽ അവർ സംഘടിച്ചിട്ട് ഈ സമൂഹത്തിൽ നിലനിന്ന് പോന്നിരുന്ന ഈ ഡിസ്ക്രിമിനേറ്റിംഗ് അറേഞ്ച്മെൻറ്റിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്ത്രീകൾ പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നത് ആദ്യകാലഘട്ടത്തിൽ നിന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും. They, however, remained at the level of individual protest, while the structure and the power of patriarchy being so strong as to crush them or appropriate them easily into the existing arrangements. അപ്പോൾ അവരിന്നും അവരുടേതായ ആ ഒരു പ്രതിരോധ മേഖലയിൽ റെസിസ്റ്റിംഗ് എന്ന രീതിയിൽ, അതായത് വ്യക്തികളായാലും സമൂഹമായാലും സ്ത്രീകളുടെ മേലെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്, ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലുണ്ട്. ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഇവരാണ് എല്ലാം എന്ന ചിന്തയിലാണ്, പുരുഷനാണ് എല്ലാം എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ആ പവറെല്ലാം തന്നെ പാട്രിയാർക്കിക്കലി പിതൃദായകമായിട്ടാണ് പവറെല്ലാം സ്ട്രോങ് ആയിട്ട് പുരുഷനിലേക്കാണ് ചെല്ലുന്നത്. ഇവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെയും നോക്കുന്നത്. അപ്പോൾ ഈ നിലവിലുള്ള എക്സിസ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൂടുതൽ അപ്രോപ്രിയേറ്റായിട്ട് നിലകൊള്ളുന്നത് ആരെയാണ്? പുരുഷന്മാർക്കും സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് ഡ്യൂറിങ് ദ ലാസ്റ്റ് 200 years ഓർ സോ ദാറ്റ് ദ മോഡേൺ ടൈംസ് ഹൗ പ്രൊവൈഡഡ് ദ സ്പേസ്. അപ്പോൾ തികച്ചും അടിച്ചമർത്തപ്പെടുന്ന ഒരു രീതിയായിരുന്നു നമ്മളുടെ 18-ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്നത്. ഇപ്പോഴും മോഡേൺ ടൈമിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ഇത്തിരിയെങ്കിലും കഴിഞ്ഞ 200 വർഷക്കാലത്ത് ആ ഒരു ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോഴാണ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും മോഡേൺ ടൈംസിലാണ് കുറച്ച് സ്പേസെങ്കിലും സ്ത്രീകൾക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ദി ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻസ് ടു പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ആസ് വെൽ ആസ് ആൾട്ടർ ദി അറേഞ്ച്മെൻറ്റ്സ് ബൈ either aligning the women's protest with the parallel movements to change the society or by incorporating the basic digits of modernity into the women's movement. അപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സ്ത്രീകൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്ന കാഴ്ചപ്പാട് വന്നു തുടങ്ങിയത് ഈ മോഡേൺ സൊസൈറ്റിയിലാണ്. അപ്പോൾ ആ മോഡേൺ സൊസൈറ്റിയിൽ നിലവിലുള്ള ക്രമീകരണങ്ങളെ മാറ്റിയിട്ട് സ്ത്രീകൾക്ക് കൂടി അനുകൂലമായ സാഹചര്യവും അവർക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഭൗതിക ചുറ്റുപാടും സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് ഒന്നിച്ചു നിന്ന് പോരാട്ടം പുരുഷന്മാർക്കെതിരെ പോരാടുവാനും പുരുഷനോടൊപ്പം തന്നെ അവസരങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സമാന്തരമായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് എല്ലാം ഇവിടെ സ്ത്രീകൾ ഓർഗനൈസ്ഡ് ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ദി കൊളോണിയൽ കൺട്രീസ്, സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് അക്രോസ് ദ വേൾഡ്, ഇതെല്ലാം തന്നെ ചില തരത്തിലുള്ള ഇതിനെല്ലാമായിട്ട് എക്സാമ്പിളായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. സോ ദീസ് ആർ ദ ലാർജർ ട്രെൻഡ് ഓഫ് ഡെമോക്രസി have been some of the powerful streams that presented themselves as catalyst of change in this regard. അപ്പോൾ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ത്രീകളുടെ നിരയിൽ നിന്ന് പ്രവർത്തിക്കുവാനും പല മാറ്റങ്ങളും അവരുടെ തലങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല പ്രക്ഷോഭങ്ങളും ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് എടുത്തു പറയുന്ന മൂവ്മെൻറ്റ്സാണ് നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കൊളോണിയൽ കൺട്രീസ്, അതുപോലെ സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇൻ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് അക്രോസ് ദ വേൾഡ്, ഇവയെല്ലാം തന്നെ. ഓക്കെ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വുമൺ ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഈസ് ക്വൈറ്റ് ഇൻട്രിക്കേറ്റ്. വിമനും സോഷ്യൽ മൂവ്മെൻറ്റും തമ്മിലുള്ള ബന്ധം അത് തികച്ചും ഇന്നർഹുഡാണ്. അത് നമുക്ക് അതിൻ്റെ ആ ഒരു ആന്തരിക അർത്ഥം എന്തെന്നുള്ളത് നമുക്ക് അതൊന്ന് വിശദമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതെന്താണ് ആ റിലേഷൻ? ഫസ്റ്റ്, one not only clear as to where and how do women figure in the broad counter of different social movements. അതായത് ആദ്യമേ തന്നെ നോക്കുമ്പോഴേക്കും one not very clear as to where and how do women figure in broad counter of different social movements. എങ്ങനെയാണ് സ്ത്രീകളെ ഇത്രയധികം കൗണ്ടറായിട്ട് എതിർപ്പോടുകൂടി നമ്മൾക്ക് വ്യത്യസ്ത തലങ്ങളിലേക്ക് എന്തുകൊണ്ട് പുരുഷന്മാരോടൊപ്പം തന്നെ തുല്യത എന്ന ആ ഒരു സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പുരുഷൻ്റേതായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം നമ്മളൊന്ന് ചിന്തിച്ചാൽ അതുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര കണ്ട് പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ടൊരു അവർക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ അതുപോലെ തന്നെയുള്ള ഒരു ഇടപെടൽ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് വുമൺ വെയർ മിയർലി പാർട്ട് ഓഫ് മൊബിലൈസ്ഡ് സെക്ഷൻ ഓഫ് സം മൂവ്മെൻറ്റ് whose overall objectives are detrimental to women's interest and concerns. അത് നമ്മളെ ലോകം മൊത്തം നടക്കുന്ന പ്രക്ഷോഭങ്ങളും കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ
പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രകടനത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ കൂടെ കൂട്ടും. പക്ഷേ ആ സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് പുരുഷന്മാർ എന്താണോ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾക്കായിരിക്കും അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം എന്ത് പറ്റും? മൊത്തത്തിലെടുക്കുമ്പോൾ സ്ത്രീകൾക്ക് മുന്നേറാനുള്ള അവരുടേതായ ആ ഒരു അവസര സാധ്യതകളെ എല്ലാം തന്നെ പുരുഷന്മാർ കൈയടക്കുകയും ചെയ്യും. സ്ത്രീകളുടെ താല്പര്യങ്ങളെ കാര്യമായി പരിഗണിക്കുകയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില എക്സാമ്പിൾസ് എല്ലാം തന്നെ നമുക്ക് ഒരുപക്ഷെ ഇവിടെ കാണിക്കാൻ സാധിക്കും. ഫണ്ടമെൻ്റാലിസ്റ്റ് മൂവ്മെൻറ്റ് ലോകം മുഴുവനും നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ സർക്കംസ്ക്രൈബ് വുമൻസ് റോളാണ്. സ്ത്രീകളുടെ പങ്ക് അതിനെ ഉയർത്തി കാണിക്കുക എന്ന രീതിയിലാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നത്. ആൻഡ് ദാറ്റ് ഓഫ് മദർ ഓർ പ്രൊവൈഡർ ഓഫ് ചിൽഡ്രൻ ടു ദ കമ്മ്യൂണിറ്റി ആസ് ഡിഫൈൻഡ് ബൈ ദ ഗ്രൂപ്പ്. കുട്ടികൾക്ക് ജന്മം നൽകുക, കുട്ടികളെ വളർത്തുക, കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നാളത്തെ പൗരന്മാരെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു മിത്തിക്കൽ ജർമ്മൻ വുമൺ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു നാസി ഐഡിയോളജി ജർമ്മനിൽ കൊണ്ടുവന്നു. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ പല ഗ്രൂപ്പുകളിലും ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് അവിടെ നൽകിയത് എന്താണ്? അവിടെ നൽകിയത് മൂവ്മെൻറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തലത്തിലുള്ള അവരുടെ ഉദ്ദേശിച്ച ലക്ഷ്യപ്രാപ്തി അല്ല അവിടെ നേടിയെടുത്തത്. അവസാന ആ മൂവ്മെൻറ്റിലൂടെ അവർക്ക് എന്ത് നൽകി എന്നുള്ളതാണ്? ഗിവ് ദ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് മാരേജ്, ഇവയെല്ലാം തന്നെ എന്ന രീതിയിലാണ്. സോ ദ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടീസ്, റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് മാരേജ്, അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴേക്കും ദാറ്റ് ഹൗ റിമൈൻഡ് ഇൻ ദി ഡൊമൈൻ ഓഫ് പേഴ്സണൽ ആൻഡ് എനി ചേഞ്ച് ഇൻ ദാറ്റ് ഡൊമൈൻ ഇൻവൈറ്റ് ദ വാംത്ത് ഓഫ് ദി സെക്ഷൻ ഓഫ് ദ ഫണ്ടമെൻ്റാലിസ്റ്റ് ഗ്രൂപ്പ്സ്. ലോകരാഷ്ട്രങ്ങളുടെ പല ഭാഗങ്ങളിലും സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പലതരത്തിൽ സ്ത്രീകളുടേതായ ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ലാർജർ പബ്ലിക് ഡൊമൈൻ എന്ന രീതിയിൽ പുരുഷ മേധാവിത്വത്തിനോടൊപ്പം തന്നെ അതിനെ എതിർത്തുകൊണ്ട് ഫണ്ടമെൻ്റാലിസ്റ്റ് ഗ്രൂപ്പ് എന്ന രീതിയിൽ സ്ത്രീകൾ മുന്നോട്ട് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരാഗ്രഹിക്കുന്ന അവരെന്താണോ ഒബ്ജക്റ്റീവ് എന്ന രീതിയിൽ മുന്നോട്ട് ഈ പ്രക്ഷോഭങ്ങളുടെ പിന്നിൽ മുന്നോട്ട് ലക്ഷ്യം വെച്ചിരുന്നത്, അതൊന്നും തന്നെ അവർക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ദെൻ സെക്കൻഡ്ലി, റിലേറ്റഡ് ടു ദ നേച്ചർ ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ് ഈസ്, അതായത് സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു പൊതു സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാമത്തെ കേസ്. വെദർ ഇറ്റ് അലൗസ് ദ സ്പേസ് ഫോർ ദി ആർട്ടിക്കുലേഷൻ ഓഫ് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിഗാർഡിംഗ് വുമൺ. അതായത് സോഷ്യൽ മൂവ്മെൻറ്റ്സിൽ സ്ത്രീകളുടെ പ്രോബ്ലംസ് അവരാഗ്രഹിക്കുന്ന തരത്തിൽ ഉയർത്തി കാണിക്കുവാനായിട്ട് അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് വേണ്ടത്ര പരിഗണന, ഇവയെല്ലാം സ്ത്രീകൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വാസ് വൺ സച്ച് മൂവ്മെൻറ്റ് ഹൂസ് democratic and secular character had given the space for many democratic movements to spring up and voice their concern. അതായത് ഇവിടെ നടന്നിട്ടുള്ള ദേശീയ തലത്തിൽ നടന്നിട്ടുള്ള ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ എക്സാമ്പിളായിട്ട് പറയാം. അതിന് ഡെമോക്രാറ്റിക് നേച്ചറുണ്ട്, സെക്കുലർ നേച്ചറുണ്ട്. ഇവയെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മെനി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ്സും എടുത്ത് പറയുമ്പോഴേക്കും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് കുറേയധികം സ്പേസ് നൽകുന്നതായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിക്കുമ്പോഴേക്കും അവിടെ അതിനോടൊപ്പം തന്നെ എൻ്റെ കൗണ്ടർ മൂവ്മെൻറ്റും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കൗണ്ടർ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും മാസ് ഫേസ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റാണ്. നാഷണൽ മൂവ്മെൻറ്റിൻ്റെ വിവിധ തലങ്ങളിൽ ഒരുപാട് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ചെയ്യപ്പെടുന്ന കൗണ്ടറായിട്ട് നടത്തുന്ന. അപ്പോൾ ഇവിടെയെല്ലാം ഓരോരോ മൂവ്മെൻറ്റ് പുരുഷന്മാരെ കേന്ദ്രീകരിച്ചും സ്ത്രീകളെ കേന്ദ്രീകരിച്ചും രാജ്യത്തിൻ്റെ നാനാഭാഗത്തുണ്ടാകുമ്പോൾ, എന്നാൽ പുരുഷന്മാരുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്ന അത്ര കണ്ട് പ്രാധാന്യം സ്ത്രീകളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുരുഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഈക്വാലിറ്റി എന്നുള്ള നോഷൻ, ആ ഒരു ഐഡിയ, അതുപോലെ ജസ്റ്റിസ് എന്നുള്ള ഒരു ഐഡിയ, ഡെമോക്രസി എന്നുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ദ നോഷൻ ഓഫ് ഈക്വാലിറ്റി, ദ നോഷൻ ഓഫ് ജസ്റ്റിസ്, ദെൻ ഡെമോക്രസി, ഇതെല്ലാം തന്നെ നാഷണൽ ലിബറേഷനുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസാണ്. അവിടെ എല്ലാം തന്നെ സ്ത്രീകളുടെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദ നോഷൻ ഓഫ് ഈക്വാലിറ്റി, ഐഡിയ ഓഫ് ജസ്റ്റിസ് ആൻഡ് ഡെമോക്രസി സെൻട്രൽ ടു ദി കോർ ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് നാഷണൽ ലിബറേഷൻ വെയർ ആൾസോ ദ പ്രിമിസസ് ഓഫ് വിമൻസ് മൂവ്മെൻറ്റ്. So we can say that historically changing conditions of women and their status constituted the core of social reform movement that began to
ടേക്ക് ഷേപ്പ് ഇൻ ദ ഏർലി ഡിക്കേഡ്സ് ഓഫ് ദ 19th century. അപ്പോൾ ചരിത്രപരമായി നാം നോക്കുമ്പോൾ സ്ത്രീകളുടെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രസ്ഥാനങ്ങളും സംഘടനകളും സംഘടനാ തലത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം തന്നെ ഇവിടെ ഫലം കാണാൻ തുടങ്ങിയത് 19th centuries ഏർലി ഡെക്കേഡ് തുടങ്ങിയപ്പോഴാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. By the early decades of the 20th century, this core is enlarged by bringing two issues. അത് 20th centuryയുടെ ആദ്യ കാലഘട്ടം എത്തിയപ്പോഴേക്കും ഈ ഒരു ഇഷ്യൂസ് എല്ലാം തന്നെ കുറച്ചുകൂടി വിപുലമായ തരത്തിൽ സ്ത്രീകൾക്ക് ഇടപെടാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്താണ്? ഈക്വാലിറ്റി ഓഫ് വുമൺ ഇൻ മോഡേൺ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റെലം ആൻഡ് വിമൻസ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. അതായത് ഈ തലങ്ങളിലൊക്കെയാണ് സ്ത്രീകൾക്ക് തുല്യത ആധുനിക രാഷ്ട്രീയ രംഗങ്ങളിലെ, സാമൂഹ്യ മേഖലകളിലെ, കൾച്ചറൽ മേഖലകളിലെ, അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രാധാന്യം വികസന പ്രവർത്തനങ്ങളിൽ ഇതെല്ലാം തന്നെ ഇപ്പോൾ സ്വീകാര്യത കൈവരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദ റാപ്പിഡ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി, എക്കോണമി ആൻഡ് കൾച്ചർ ഹാവ് ലെഡ് ടു റീതിങ്കിങ് ഓഫ് മെനി ഇഷ്യൂസ്. ദ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ ദി കൺട്രി മോർ ഓർ ലെസ് ഹാവ് ഡയറക്റ്റഡ് ദെയർ കൺസേൺസ് അബൌട്ട് വുമൺ എലോങ് ദിസ് കോർ. അപ്പോൾ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ 20th century ആയപ്പോഴേക്കും അവർക്കും ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, വികസന മേഖലകളിലെല്ലാം പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങൾക്കെല്ലാം സാധ്യത തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇവരുടെ പല പ്രശ്നങ്ങളുമായിട്ട് പരിഹാരത്തിന് വേണ്ടിയിട്ട് പുനഃപരിശോധന നടത്തുകയും സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഇനിയും രാജ്യത്ത് ഇവർക്ക് അനുകൂലമായിട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻട്രൽ കോർ എന്ന രീതിയിൽ അവിടെ പ്രശ്നങ്ങൾക്ക് ഇടപെടുവാനും പരിഹാരമുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന രീതിയിൽ വുമൺസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഭാഗം അടുത്ത വീഡിയോ സെഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ പ്രിയ വിദ്യാർത്ഥികളായിട്ടുള്ള ഓരോരുത്തരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.